പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വാസ്തു കാര്യമാണ് ബ്രഹ്മസ്ഥാനത്തിൻ്റെ മെയിൻ്റനൻസ്. ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു കോർട്ട്യാർഡൊക്കെ ചെയ്യുന്ന വീട്, സെൻട്രൽ പോർഷനിൽ ഒരു കോർട്ട്യാർഡ് ചെയ്യുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസ്ഥാനം വെൽ ഡിഫൈൻഡ് ആയിരിക്കും. പക്ഷേ അല്ലാത്ത വീടുകളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസ്ഥാനത്ത് പലപ്പോഴും ഡൈനിങ് ടേബിൾ വരെ ഇടുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ബ്രഹ്മസ്ഥാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ബ്രഹ്മസ്ഥാനത്തിനെ പറ്റി പറയുമ്പോൾ ബ്രഹ്മസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഈ രാജവല്ലഭം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ വാസ്തു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് വളരെ പോപ്പുലറൊന്നും അല്ലെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രിസൈസായിട്ട് പറയുന്ന കുറേ അപ്പോൾ അതിൽ രാജവല്ലഭത്തിൽ ബ്രഹ്മസ്ഥാനത്തിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് ഞാൻ ബ്രഹ്മസ്ഥാനത്തിൻ്റെ കോൺസെപ്റ്റിലേക്ക് വരാം. ബ്രഹ്മസ്ഥാനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ കറക്റ്റ് ഡയഗണൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനാണ് നമ്മൾ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. പലരും ബ്രഹ്മസ്ഥാനത്തിൻ്റെ ബ്രഹ്മസൂത്രവുമായി കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. സൂത്രം എന്ന് പറയുന്ന ബ്രഹ്മസ്ഥാനത്തിലൂടെ കടന്നു പോകുന്ന തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറുമായിട്ട് പോകുന്നതിന് നമ്മൾ സൂത്രങ്ങളെന്ന് പറയും. അതുപോലെ ഡയഗണലായിട്ടുള്ള സൂത്രങ്ങളും കർണസൂത്രം, വൃത്തിസൂത്രം എന്ന രണ്ട് സൂത്രങ്ങളും ബ്രഹ്മസ്ഥാനത്തിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ ബ്രഹ്മസ്ഥാനം ബ്രഹ്മസൂത്രവും രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ബ്രഹ്മസ്ഥാനത്ത് ഹെവി ആയിട്ടുള്ള ഓബ്ജക്റ്റുകളൊന്നും വരാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പലരും ഹെവി ആയിട്ടുള്ള ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അറിയാതെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് കൊണ്ടുപോയി മേശയും കസേരയൊക്കെ ഇട്ടിട്ട് ഡൈനിങ് ടേബിളാണ് കൂടുതലും വരുന്നതായിട്ട് കാണുന്നത്. പലപ്പോഴും ചെറിയ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഡൈനിങ് ടേബിളായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വളരെ ഒതുക്കി ബ്രഹ്മസ്ഥാനം ഫ്രീ ആയിട്ട് ഇടാനായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതായത് അൺബേർഡൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു തരത്തിലുള്ള വസ്തുക്കളും വരാത്ത രീതിയിൽ വളരെ ഫ്രീ ആയിട്ട് ക്ലീനായിട്ടും ഓപ്പണായിട്ടും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഒരു പർഗോള കൊടുത്ത് ചെയ്യുന്ന സെൻട്രൽ കോർട്ട്യാർഡ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഓപ്പൺ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ അങ്ങനെ ചെയ്യുന്ന ബ്രഹ്മസ്ഥാനങ്ങളിൽ ചില ആളുകളുണ്ട് ഹെവി ആയിട്ടുള്ള വലിയ ഉരുളി, വലിയ വിളക്കുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ബുദ്ധ വിഗ്രഹം പോലുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ വയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതൊന്നും ചെയ്യരുത്. നമ്മൾ ബ്രഹ്മസ്ഥാനത്തിന് വളരെ ഫ്രീ ആയിട്ട് വിടുക. ഒരു തുളസി ചെടി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് എക്സ്പോസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ വിളക്കാവും. ഈ രംഗോളി എന്നൊക്കെ പറയുന്നില്ല, രംഗോളി എന്ന് പറയുന്ന ഈ ഡിസൈൻ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ കളം വരയ്ക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ടൈലുകളൊക്കെ ഇപ്പോൾ കിട്ടും. അതൊക്കെ നമുക്ക് ഇപ്പം മൊറോക്കൻ സീരീസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി പെടും. നല്ല രസകരമായ ടൈലൊക്കെ നമ്മൾ ബ്രഹ്മസ്ഥാനത്തിന് കൃത്യമായിട്ടൊരു സ്ക്വയറായിട്ട് ഡിമാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 മീറ്റർ ഏരിയ മാത്രം ഒന്ന് ഡിമാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമ്മുടെ ബ്രഹ്മസ്ഥാനം എവിടെയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മളവിടെ ഹെവി വെയിറ്റുകൾ വയ്ക്കാതിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ സെൻട്രൽ പോർഷനിൽ വൃത്തികേടില്ലാത്ത രീതിയിൽ നമ്മൾ ആ രീതിയിൽ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്ത് ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യതയോടുകൂടി നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ബ്രഹ്മസ്ഥാനത്ത് ബെഡ്റൂം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സെൻട്രലിലൊക്കെ ബെഡ്റൂം വരച്ച് അങ്ങനെ അപൂർവ കേസുകളാണ്, പക്ഷെ വരച്ച് വയ്ക്കാറുണ്ട് പല ആൾക്കാരും. എന്നിട്ട് ബെഡ് അവിടെ ഇടുന്നൊരു സംഭവം വരും. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ ഒരിക്കലും ചുവരുകൾ ക്രോസ് ചെയ്ത് കെട്ടി വരാൻ പാടില്ല അവിടെ, അല്ലെങ്കിൽ പില്ലറുകൾ വരാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ബ്രഹ്മസ്ഥാനത്ത് ഡൈമെൻഷൻസ് കൃത്യം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വേണം. അതിൻ്റെ വീടിൻ്റെ ഡൈമെൻഷൻസുമായി പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ബ്രഹ്മസ്ഥാനത്തെ ഡിഫൈൻ ചെയ്തെടുക്കാൻ. അത് കൃത്യത കൂടി പ്ലാനിങ്ങിൽ ചെയ്യേണ്ട ഒരു സംഭവം. ഒരു സാത്വിക സോൺ അല്ലെങ്കിൽ വാസ്തുപുരുഷൻ്റെ നാഭിഭാഗം എന്നാണ് രാജവല്ലഭം പറയുന്നത്. അപ്പം ചില ബുക്കുകളിൽ ഇത് ഹൃദയഭാഗമായിട്ടും പറയാറുണ്ട്. അപ്പം രണ്ട് രീതിയിൽ പറഞ്ഞാലും വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു പോയിൻ്റ് ആയതുകൊണ്ട് കൃത്യതയോടുകൂടി നമ്മൾ ആ പോയിൻറ്റിനെ കാണണം. ബ്രഹ്മസ്ഥാനം ഇതാണെന്ന് അറിയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ബ്രഹ്മസ്ഥാനം ക്രോസ് ചെയ്തിട്ട് പാർട്ടിഷൻ ചെയ്ത് വെച്ച്, ഇൻറ്റീരിയർ പാർട്ടിഷൻ ചെയ്ത് വെച്ച് വെയിറ്റ് ബ്രഹ്മസ്ഥാനത്ത് കൊടുക്കുന്നൊരവസ്ഥ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു കോമൺ വാസ്തു മിസ്റ്റേക്കാണ്. ദയവേത് നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാര്യം ബ്രഹ്മസ്ഥാനത്തിന് കൃത്യമായിട്ട് പണ്ടത്തെ ശാലാ സംവിധാനത്തിൽ അല്ലെങ്കിൽ നാലുകെട്ടുകളിൽ അങ്ങനെ ഒരു ഡിസൈൻ മോഡലിലേക്ക് നമ്മൾ പോയതിൻ്റെ കാര്യം തന്നെ ബ്രഹ്മസ്ഥാനത്തിന് വളരെ പവിത്രമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്കതിന് ഇപ്പം മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തോളൂ. നമ്മളിപ്പോൾ പഴയ രീതിയിൽ തന്നെ എല്ലാം ട്രഡീഷണലായിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. മോഡേൺ ആർക്കിടെക്ചറിനായിട്ട് ബ്ലെൻഡ്. പക്ഷേ ആ ഭാഗത്ത് നിങ്ങൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. വെയിറ്റുകൾ വരാത്ത രീതിയിൽ വളരെ
മനോഹരമായ ആ ഒരു സ്പേസിനെ നിങ്ങൾ കാണുക, അതങ്ങനെ രീതിയിൽ ചെയ്തെടുക്കുക. ഒരു കാരണവശാലും ബ്രഹ്മസ്ഥാനത്തിലേക്ക് പടി വന്നിറങ്ങാൻ പാടില്ല എന്നുള്ളത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ ആണ് അത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. പടികൾ വയ്ക്കുന്നത് എവിടെയെങ്കിലും വെച്ചിട്ട് സെൻറ്ററിൽ കൊണ്ട് വെച്ച് പടി ട്വിസ്റ്റ് ചെയ്ത് മുകളിൽ കയറി പോകുന്നത് ഈ എന്താ പറയുക, കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി പലരും ചെയ്യുന്ന പല കാര്യങ്ങളും ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അത് വീടിൻ്റെ ലുക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒപ്പം തന്നെ വാസ്തു നോക്കുന്ന ആളാണെങ്കിൽ വാസ്തുവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വരയ്ക്കണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ വീട്ടിനെ കാണാൻ ശ്രമിക്കുക. ബ്രഹ്മസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. വീട്ടിൽ ബ്രഹ്മസ്ഥാനത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മസ്ഥാനം തെറ്റി വരികയോ അല്ലെങ്കിൽ വെയിറ്റ് വരികയോ അല്ലെങ്കിൽ ഒരുപാട് ക്ലട്ടേഡായി വരികയോ ചെയ്താൽ ഫാമിലി പ്രോബ്ലംസാണ് വീട്ടിൽ കൂടുതൽ വരുന്നത്. ഒപ്പം തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബ്രഹ്മസ്ഥാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിനെ എനർജൈസ് ചെയ്യൂ. ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.